ചെമ്മീൻ്റെ തലേൻ്റെ തോട് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്ക് ചെമ്മീൻ്റെ പൂവ് എന്ന് പറഞ്ഞ സംഭവമായിട്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് അടിപൊളി ഒരു ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തുള്ള സംഭവം. അപ്പോൾ വേവിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തി റെസിപ്പിയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില. പുറത്ത് നല്ല മഴയാണ്, നല്ല കഞ്ഞി കുടിക്കാൻ പറ്റിയ നല്ലൊരു മൂടാട്ടപ്പം. അപ്പോൾ പെട്ടെന്ന് ചമ്മന്തി ആയാൽ നമുക്ക് കഞ്ഞി കൂടി കൂട്ടി കുടിക്കാം. നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ പൂവുണ്ടല്ലോ, അത് നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ട് വറുത്തെടുക്കണം. അങ്ങനെ കുറച്ച് നേരം അടുപ്പത്ത് കിടന്നിട്ട് കണ്ടില്ല, നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ശരിക്കും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വറ്റൽമുളക് ഉണ്ടല്ലോ, ഇതൊന്ന് വറുത്തെടുക്കുക. കൂടെ ചെറിയ ഉള്ളി, ഇനി രണ്ടും കൂടി വറുത്തെടുക്കുക. വറുത്തെടുത്ത വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ കൂട്ടത്തൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കല്ലുപ്പുണ്ടല്ലോ, അത് ശർക്കര ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഈ മസാലയിൽ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അതിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്താൽ മതി. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ രണ്ടും കൂടി ഉണ്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ കുറച്ച് ആഡ് ചെയ്യുക. തേങ്ങ വറുത്തിട്ടില്ല കേട്ടോ, വറുക്കാതെ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫൈനലി നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് കുറച്ചിങ്ങോട്ട് മാറ്റാം. എങ്ങനെ ഉണ്ടെന്നുള്ള അറിയട്ടെ. വറ്റൽമുളക് വേണമെങ്കിൽ നമുക്ക് 2 എണ്ണം കുറക്കായിരുന്നു. അത്യാവശ്യം നല്ല എരിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ലാസ്റ്റ് തേങ്ങ ചേർത്തിട്ട് ഒന്നും കണ്ട് അരച്ചല്ല, ആ അരവ് ചെറിയ രീതിയിൽ അരച്ചിട്ടുള്ളൂ. അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ഇത് കഴിക്കുന്ന സമയത്ത് ആ തേങ്ങ നമുക്ക് തന്നെ കടിക്കാൻ കിട്ടണം. അല്ലെങ്കിൽ കുറേ നേരം മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ അതിന് പൊടിയായി പോകും. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു സംഭവം കിട്ടണമെന്നില്ല. അടിപൊളി സംഭവം വെച്ചാൽ അടിപൊളി സംഭവം. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചെമ്മീൻ വീട്ടിൽ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂവുണ്ടല്ലോ, തലൻ്റെ ആ ഒരു തോട് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം, അത് ചിലപ്പോൾ പലരും ഒഴിവാക്കുന്നുണ്ടായിരിക്കാം, ചിലർ പല രീതിയിൽ കഴിക്കുന്നുണ്ടായിരിക്കാം. ഇങ്ങനത്തെ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്, അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമ്മളൊരു 10-11 മണിക്കൊക്കെ വീട്ടിൽ കഞ്ഞി കുടിക്കുമല്ല, കഞ്ഞി കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കഞ്ഞിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം. അതുപോലെ തന്നെ വീട്ടിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കണ ഇതുണ്ടെങ്കിൽ പൊതിച്ചോറിൽ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ്. ഇതിൽ എരിവ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും നല്ല രീതിയിൽ തന്നെ കുട്ടികളും കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതിങ്ങനെ ഉണ്ടാക്കി വരുന്ന റെസിപ്പിയാണ്. എല്ലാ വീട്ടിലും ഇത് ഉണ്ടാക്കലുണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശം, അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.